വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊരു കോളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് നോക്കിയേ അസല് മഴയാണ്, തുള്ളിക്കൊരു കുളം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും വെള്ളമൊക്കെ നിറഞ്ഞ് ഫ്ലഡൊക്കെ ആയിരുന്നൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിരുന്നല്ലോ, അതൊക്കെ വറ്റിപ്പോയി ഒന്ന് സെറ്റപ്പായി വന്നപ്പോൾ തന്നെ അടുത്ത മഴ തുടങ്ങി. രാവിലത്തെ കുറ്റി ഇരുട്ടും മഴയും. സാധാരണ ഈ 5:30 ആകുമ്പം നല്ലതായിട്ട് നേരം വെളുത്തോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. പക്ഷെ ഇവിടെ സാവൻ എന്ന് പറഞ്ഞൊരു മാസം കേട്ടോ. സാവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ മാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഫ്ലഡ് വന്ന മഴ, അത് ഞാനിവിടെ വന്നതിന് ശേഷം 18 വർഷമായി. അതിൽ 2ാം പ്രാവശ്യമാണ് ഇങ്ങനെ ഞാൻ ഫ്ലഡ് മഴ ഡിസ്റ്റർബ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഒരു റെയിനി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ അങ്കൂന് വേണ്ടി ഞാൻ സ്കൂളിൽ കൊടുത്തു വിടണ്ടേ, എടുത്തു വെച്ചിരിക്കുന്ന സാധനം ബണ്ണാണ്. ബണ്ണ് കുറച്ച് വലിയ ആട്ടയുടെ ബണ്ണാണ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി, എന്തായാലും ഡേറ്റ് കഴിയാറായി. അതെന്തായാലും സെറ്റപ്പ് ആക്കാന്ന് വെച്ചു. വേറൊന്നുമല്ല, അവൻ ഇന്നെന്തൊരു തീമാണ്, കുക്കിംഗ് തീമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വെറൈറ്റി പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം റൈസ് ഡിഷ് ആയിരുന്നു വിചാരിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ആക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് കൊണ്ട് ഞാനൊരു എന്താ പറയുക കാണിച്ചു തരാം. തിരിച്ചിട്ട് കേട്ടോ, ഒരുവിധം വലിയ ബണ്ണാണ് ഇത്. നമുക്ക് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു മുട്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പിസയുടെ നമ്മുടെ ഒറിഗാനോ ഉണ്ടല്ലോ, പിസ്സ ഒറിഗാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇത് അതിനകത്തോട്ടങ്ങ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇരുന്ന ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസ് തീർന്നു. അടിയിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മണം കിട്ടും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ മുട്ടക്കൂട്ട് അങ്ങോട്ട് സ്റ്റഫ് ചെയ്തിട്ട് ഇനി എന്താ വെച്ചാൽ ആ അടപ്പ് വെച്ച് അങ്ങ് അടച്ചു കൊടുത്തിട്ട് കുറച്ച് നെയ്യ് നമ്മുടെ തവയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ രീതിയിൽ ഒന്ന് മുരിച്ചെടുക്കാം. മുകളിൽ ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് എന്താ പറയുക ഒന്ന് മുരിച്ചിട്ട് ആ ചീസ് ഒന്ന് അലിയിച്ചെടുക്കണം. അതിനിടയ്ക്ക് 2-3 എണ്ണം വേണമല്ലോ, ഡിഷ് സെപ്പറേറ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഞാൻ ചെയ്യുന്നത് ഹെർഷീസിൻ്റെ സ്പ്രെഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ന്യൂട്ടെല്ല പോലത്തെ സ്പ്രെഡ് ഉണ്ടല്ലോ, അത് ഈ സെയിം ബണ്ണ് തന്നെ 2ആയിട്ട് മുറിച്ചു. അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അപ്പോഴത്തേക്ക് നമ്മുടെ ചീസിൻ്റെ അതൊന്ന് ഒഴുകി വന്നല്ലോ, അത് മാറ്റിയിട്ട് അതിനകത്തോട്ട് വീണ്ടും നെയ്യ് തടവി ഇതും കൂടെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും കഴിക്കുമ്പോൾ, പച്ചയ്ക്ക് കഴിക്കുന്നതിനെ കാട്ടി. അത് രണ്ടും അങ്ങ് റെഡിയായി. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഞാൻ ശരിക്കും ഇത് നമ്മൾ ചണ്ഡീഗഡിൽ പോയപ്പോൾ വാങ്ങിച്ചാൽ അതിൻ്റെ ഡേറ്റ് തീരാറായതിന് കേടാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് ഇതങ്ങാക്കി. ആദ്യം ഞാൻ റൈസായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസും പ്ലെയിൻ റൈസും ഓണിയൻ റൈസും ലെമൺ റൈസും ഈ 4 റൈസസ് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ആക്കാന്ന് വെച്ചിട്ട് ഇതാക്കി. അടുത്തത് ഗാർലിക് ബ്രെഡും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗാർലിക് ഇങ്ങനെ വലിയ രീതിയിലുള്ള റൊട്ടി പോലത്തെ, അത് ഞാൻ വിചാരിച്ചു 2 പീസ് അതിനകത്ത് ഒരു സിമ്പിളായിട്ട് ചീസ് സ്റ്റഫ് ചെയ്ത് വെച്ചു കൊടുക്കുക. ഇതാകുമ്പോൾ പിള്ളേർ കഴിക്കുകയും ചെയ്യും. അവർ എന്തോ ഈ ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് ക്ലബ്ബാണ്, അവർക്ക് ഓരോരോ ഇങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷം. അപ്പോൾ റൈസിനെ കാട്ടി ഇതാകുമ്പോൾ കാണാൻ അവർക്കൊരു സന്തോഷമാണ്. അങ്കൂൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ഇഷ്ടം. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചീസും കൂടെ വെച്ച് 2 സ്ലൈസ് അത് വെച്ചു. ബാക്കി 2 പീസ് ആ ഗാർലിക് ബ്രെഡിന് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും ഡേറ്റ് കഴിയുന്നതിന് മുന്നേ അത് തീർത്തു ഞങ്ങൾ. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ഐറ്റം പരിചയപ്പെടുത്താം. വേറൊന്നുമല്ല, ഞാൻ ലാസ്റ്റ് ബ്ലോഗിൽ ഒരു ദാലിന്റെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചില്ല. അത് യൂറിക് ആസിഡ് ഉള്ളവർക്ക് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഈ കാണിക്കുന്ന ദോശ ഏതാൾക്കാർക്കും കഴിക്കാം. നമ്മുടെ ചെറുപയറും, കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ദാലെടുത്ത അതേ അളവ്, 1 നാഴി ചെറുപയറും 1 പിടി നമ്മുടെ പച്ചരിയോ സോനാ മസൂരി എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടാനായിട്ട് അത് ചേർത്തിട്ട് അത് കുതിർത്തു കിട്ടോ, ഒരു 4 hours എങ്കിലും മിനിമം കുതിർത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കായപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ ആ ദാലിൻ്റെ സെയിം പ്രോസസ്സ് തന്നെയാണ്, അതേ രീതിയിൽ അങ്ങ് അരച്ചെടുത്താൽ മതി. അരച്ച് കിട്ടിയിട്ടുണ്ട്. ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ വേണ്ടവർ രാത്രി സോക്ക് ചെയ്യുക, ഉച്ചയ്ക്ക് വേണ്ടവർ രാവിലെ സോക്ക് ചെയ്യുക, വൈകുന്നേരം അതായത് ഡിന്നറിന് വേണ്ടവർ ഉച്ചയ്ക്ക് സോക്ക് ചെയ്തിട്ട് രാത്രി അരച്ച് വെക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ഏത് നേരം വേണമെങ്കിലും കഴിക്കാം. ഇതിന് ആന്ധ്രാപ്രദേശിൽ പെസരട്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. ഇവിടെ ഇതിന് പറയുന്നത് വെച്ചാൽ മൂങ് ദാൽ ചീല എന്നാട്ടോ. നമുക്ക് ചെറുപയർ ദോശ എന്ന് പറയാം, ഹെൽത്തി അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് തടവിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് കേട്ടോ, കാരണം നന്നായിട്ട് ഒട്ടാതെ ഇളകി വരും. ഈ രീതിയിൽ കുറച്ച് നല്ലെണ്ണ ആയിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്തോ, പക്ഷെ നല്ലെണ്ണ ഇളകി വരാനും ഒരു ഫ്ലേവറും ദോശയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടം. അത് നന്നായിട്ട് മുരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപയർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രൗട്ട് ചെയ്തും ഇങ്ങനെ ചെയ്ത് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്പ്രൗട്ടൊന്നും ചെയ്തില്ല, നന്നായിട്ട് കുതിർത്തങ്ങ് എടുത്തരച്ച് കിടിലമായിട്ട് വന്നിട്ടുണ്ട്. 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ചെറുപയർ ദോശ വെറുതെ നമുക്ക് വെച്ച് കഴിക്കാം. 1 ഗ്ലാസ് ചായയോ കട്ടൻ ചായയോ എന്തെങ്കിലും മതി, സൂപ്പറായിട്ട് അത് വെറുതെ കഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ഓട്ട ചട്നി ഉണ്ടാക്കി, ഒരു വെള്ളം പോലൊരു ചട്നി ജസ്റ്റ് ഒന്ന് മുക്കി കഴിക്കാം. കാരണം രാക്കേക്ക് ഇത് വെറുതെ
കഴിക്കുന്ന അത്ര താല്പര്യമില്ല. എനിക്ക് വെറുതെ ഇഷ്ടമാണ്. അങ്കൂനും എന്തെങ്കിലും വേണ്ട. അപ്പം ചെറുതായിട്ട് ഇതേ ഇങ്ങനെ കലക്ക് ചമ്മന്തി എന്ന് പറയും, കുറച്ച് വെള്ളം പോലുള്ള ചമ്മന്തി. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആട്ടെ ഇതിലൂടെ. അത് വറുത്തൊന്നും ഇടാത്ത വെറുതെ ഞാൻ കുറച്ച് പൊട്ടുകടലയും തേങ്ങയും പച്ചമുളകും ഉള്ളിയും അരച്ച് കലക്കിയെടുത്തത് ചട്നിയാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. ഇതൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ അവരവരുടെ ബുദ്ധിയുക്തി അനുസരിച്ച് പരീക്ഷിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെതായ ഇഷ്ടങ്ങളിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം, ഹെൽത്തി ആയിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ ലഞ്ചിന് ഇന്ന് എന്താണെന്ന് അറിയാമോ? ദേ ഇവനെ തട്ടാം. ഇവൻ വേറൊന്നുമല്ല, നമ്മുടെ കുട്ടി പൈനാപ്പിൾ ആണ്. അങ്കു കടയിൽ പോയപ്പോൾ അവൻ വാങ്ങിച്ചുകൊണ്ടത്. അവൻ്റെ അടുത്ത് പാലങ്ങാണ്ടേ വാങ്ങിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇത് കണ്ടെടുത്തോണ്ട് വന്നത്. അവന് ഇഷ്ടമാണ് പൈനാപ്പിൾ. അപ്പോൾ ഞാൻ ചെത്തി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, ഇത്രയും മാറ്റി അങ്കുവിന് കഴിക്കാനാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അവൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പൈനാപ്പിൾ ഒരു കൊച്ചു കഷ്ണം എടുത്തിട്ട് അതിനകത്ത് പച്ചമുളകും നമ്മുടെ വെള്ളരിക്ക, ഞാൻ നേരത്തെ ബ്ലോഗുകളൊക്കെ കാണിച്ചല്ലോ, നമ്മുടെ നാട്ടിലെ മഞ്ഞ വെള്ളരിക്ക മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചത്, അതും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഞാൻ തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചു. നമ്മുടെ പുളിശ്ശേരി ഉണ്ടല്ലോ, മാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി പോലെ കുറച്ച് ലൂസാക്കിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ മിക്സിയിൽ തന്നെ എന്താ പറയുക, നമ്മുടെ തൈര് അടിച്ച് മോര് പോലെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ തനി നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും മുളക് പൊടിയും പിന്നെ ഞാൻ ചേർത്തുകൊണ്ട് ഉലുവയാട്ടോ. ഉലുവ എപ്പോഴും നമുക്ക് ഈ പുളിശ്ശേരിക്കൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും. അത് തട്ടിയിട്ട് കൊടുത്തു. ഹെൽത്തി അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരിയും പൈനാപ്പിൾ പുളിശ്ശേരിയല്ല. അപ്പോൾ വെള്ളരിക്കയും പൈനാപ്പിളും ചെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ചോറും സൈഡിൽ കൂടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചോറ് കുറച്ചാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടുതലും പച്ചക്കറിയാണ്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും എടുക്കാമെന്ന് വെച്ചു. എനിക്ക് ബീട്രൂട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ എടുക്കാൻ നോക്കും, കൂടെ ക്യാരറ്റും. ഡെയിലി നമ്മളിത് എടുത്തുകൂടാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എടുക്കാൻ നോക്കും. അതൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ഈ രീതിയിൽ കടുകോ ജീരകോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എണ്ണയിൽ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ജസ്റ്റ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ച് ഒന്ന് ആവി കയറിയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് എടുക്കത്തുള്ളൂ. ഇതൊന്നും ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ആ പച്ചക്കുത്തങ്ങ് മാറി നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ്. അവനവൻ്റെ വായിക്ക് രുചിക്ക് അനുസരിച്ച് നമുക്കിത് മാറ്റിയെടുക്കാമല്ലോ. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ പപ്പടം, നമ്മുടെ കേരള പപ്പടം ഇരിപ്പുണ്ടായിരുന്നു, അതെന്തായാലും കാച്ചി വെച്ചു. അതല്ലെങ്കിൽ പിന്നെ ഇരുന്ന് കേടാകും, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ചെറുപയറും കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒരു തോരൻ പോലെ അതും സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്ന് ഇതൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോസിലൂടെ ജസ്റ്റ് ഒരു മീൽ പ്ലാൻ, അതിൻ്റെ ഐഡിയാസ് ആണ് തരുന്നത് കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനും നമുക്ക് എന്താണോ രുചി തോന്നുന്ന ആ രീതിയിലുള്ള ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നമുക്ക് ചെയ്യട്ടോ. അതാണല്ലോ കുക്കിംഗ്. കൈപ്പുണ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ വീട്ടുകാർക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ഇഷ്ടം ഓരോ രീതിയാണ്. ചിലർക്ക് തേങ്ങ കുറേ ഇരുന്ന ഇഷ്ടമാണ്, ചിലർക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല, ചിലർക്ക് തേങ്ങ കുറച്ച് ഇടണം, അങ്ങനെ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം, അങ്ങനെ. ഞാനിപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. ഞാൻ ചായ അഡിക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ എപ്പോഴും ബ്ലോഗുകളിൽ കാണിക്കുമായിരുന്നു. പക്ഷെ അത് നിർത്തിയിട്ട് ഞാൻ ഗ്രീൻ ടീ വാങ്ങിച്ചു കേട്ടോ. ഇത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രീൻ ടീ വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഒരു ബുദ്ധിപൂർവമായ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ശരിക്കും എവിടേക്കോ വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഉണ്ടല്ലോ, റീസിൻസ്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് അഫ്ഗാനി സീഡ്ലെസ് ഡേറ്റ്സ് അല്ലല്ലോ, നമ്മുടെ റീസിൻസ് ആണ്. ഹാപ്പിലോ എന്ന് പറഞ്ഞൊരു നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഹാപ്പിലോ അതാണ് സംഭവം. ജസ്റ്റ് അത് കുറച്ചൊരു 12 എണ്ണം എടുത്തൊന്ന് കഴുകിയിട്ട് ഈ ഗ്രീൻ ടീയിൽ ചൂടോടങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഗ്രീൻ ടീയിൽ നമുക്ക് മധുരം ഒന്നും ചേർക്കണ്ടല്ലോ, ചിലർ ഹണിയൊക്കെ ചേർത്ത് കഴിക്കും, പക്ഷെ ഞാനല്ല, ഈ സംഭവമാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ടീ ഭയങ്കര ഹെൽത്തിയാണ്. നമ്മുടെ എനിക്ക് ഈ ചായയുടെ ക്രേവിങ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയെങ്കിലും നിർത്തി പറ്റും. ഇത് കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ കുറച്ച് നമുക്ക് ഷുഗർ ഒന്നും ഡൗൺ ആവാതെ, ഇനി നമുക്ക് പ്രായം കൂടുന്തോറും ഷുഗറൊക്കെ പെട്ടെന്ന് ലോവും ഡൗണും ഒക്കെ ആവുന്നതുകൊണ്ട് ഒന്ന് നമുക്ക് അങ്ങനെ മധുരം കഴിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ റേസിൻസ് ആണ് ഞാൻ കണ്ടുപിടിച്ചൊരു ഉപാധി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ അങ്ങ് കുടിക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, സത്യം പറഞ്ഞാൽ എനിക്ക് വെറുതെ ബ്ലാൻഡായിട്ട് അതിൻ്റെ ടേസ്റ്റിനെക്കാട്ടി അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ ഇന്ന് മഴയൊക്കെ അല്ലേ, അസല് ചാട്ടുണ്ടായിരുന്നു, ആലു ടിക്കി ചാട്ട്. ഞാൻ ചാട്ടിൻ്റെ ഒരു ഫാനാണ്, അതും ഗ്രീൻ ടീ. എൻ്റെ ചില വ്യക്തികൾ എന്ന് പറയാം. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.